ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി നമ്മുടെ ശ്രുതിയുടെ മുടിക്കുത്തിനെ പിടിച്ചിട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഇനി ഈ വീട്ടില് നിനക്ക് സ്ഥാനമില്ല, ഈ ജന്മം ഈ വീട്ടിലേക്ക് നിനക്ക് തിരിച്ചു വരാന്നുള്ള കാര്യം നീ വിചാരിക്കുകയും വേണ്ട. പുറത്ത് കൊണ്ടുപോയി തള്ളിയിട്ടും ശ്രുതി ഇങ്ങനെ പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണല്ലോ. ഇത് കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ ഇച്ചിരിയെങ്കിലും നല്ല രക്തം ഓടുന്നുണ്ടെങ്കിൽ, നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് ഗേറ്റിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളുവാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ചന്ദ്രമതി കയറി പോകുന്നുണ്ട്. ഇത് നോക്കി നിൽക്കുവാണ് സച്ചിയും അതുപോലെ. നിങ്ങളൊക്കെ എന്നാ നോക്കി നിൽക്കുവാണ്, മര്യാദയ്ക്ക് എല്ലാം ഉള്ളിൽ കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തന്നെ കഥ കടക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് പുറത്തുനിന്ന് കുറച്ചു നേരമൊക്കെ ശ്രുതി കരയുന്നുണ്ടെങ്കിലും ഇനി എന്തായാലും ചന്ദ്ര തിരികെ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അന്ന് ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയൊന്നും ചെയ്തത് ചന്ദ്ര ശരിയായില്ല, എന്തിനാണ് ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുവാണേ. അവൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളും കണ്ടതല്ലേ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവൾ എന്തിനാണ് ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കണമായിരുന്നു. എനിക്ക് അവളുടെ ഒരു കാരണവും കേൾക്കേണ്ട കാര്യമില്ല. അവൾ ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. ആ വിശ്വാസവഞ്ചന എന്താന്നുള്ള കാര്യം ചന്ദ്രയെ നമ്മൾ ചോദിക്കണമായിരുന്നു. അതിനു മുമ്പ് നീ അവളെ പുറത്തു വിട്ടത് ഒട്ടും ശരിയായിട്ടില്ല. തുടർന്ന് ശ്രുതിയുടെ അടുത്ത്, എടാ നീ പോയിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവാ, അവള് ഇപ്പൊ ഇവിടെ ദൂരെ അങ്ങനെ എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല, വേഗം പോയിട്ട് കൂട്ടിക്കൊണ്ടുവാ എന്ന് പറയുകയാണെ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവള് നിന്റെ ഭാര്യ തന്നെയാണെടാ, പോയിട്ട് കൂട്ടിക്കൊണ്ടുവാ എന്ന് ശ്രുതി ഇല്ല എന്ന് ആദ്യം പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ടേ. കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി രവി പറയുന്ന സമയത്താണ് ശ്രുതി ഇറങ്ങി പോവാൻ വേണ്ടിട്ട് പോകുന്നത്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ നിക്കടാ, എന്നിട്ട് കേറിയിട്ട് ഉള്ളിലേക്ക് പോടാ എന്ന് പറയാണേ. ആദ്യം ശ്രുതി ഇങ്ങനെ പോവാതെ അവിടെ മടിച്ചു നിൽക്കുമ്പോ, നിന്റെ അടുത്ത് കയറി പോവാനല്ലടാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഓടി അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്ര നീ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് രവി അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ടേ. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതി ചെയ്യുന്നത്. ഇല്ല ചന്ദ്രേ, നീ ഇപ്പോഴും തെറ്റ് തന്നെ ചെയ്യുന്നത്. അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമകളാണ് ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്നത്. അവളെ നീ ഇവിടുന്ന് പറഞ്ഞയച്ചത് തെറ്റ് തന്നെയാണ്. നീ ഇപ്പൊ ചെയ്തത് അവള് ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ്. ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് അവള് നമ്മളെ പറ്റിച്ചില്ലേ, രണ്ടാമരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ അഭിനയിച്ചു. ഇത്രയൊക്കെ ചെയ്ത അവളെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണായിരുന്നോ? അവളെ ഞാനാണ് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ചെയ്ത ആ പാപത്തിന് പരിഹാരം ഞാൻ ചെയ്തു. ഈ ജന്മം ഇനി ഇവള് ഈ വീട്ടിനുള്ളിലേക്ക് വരാൻ വേണ്ടിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര അങ്ങ് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം ശ്രുതി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മീരയുടെ വീട്ടിലേക്കാണ്. മീര ശ്രുതി വരുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, മുടിയൊക്കെ ആകെ കൂടെ പ്രാന്തിയെ പോലെ കരഞ്ഞ് നിലവിളിച്ചിട്ടാണല്ലോ കയറി വരുന്നത്. എന്ത് പറ്റി ശ്രുതി, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ മുടിയൊക്കെ ആകെ മൊത്തത്തിൽ ഇതായിട്ടുണ്ടല്ലോ, ഞാൻ പോയി ചീപ്പ് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് ചീപ്പ് എടുത്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ ചീകാൻ വേണ്ടിയിട്ട്. കാര്യം എന്താന്നുള്ള കാര്യം അറിയില്ലല്ലോ. ചീപ്പ് മേടിച്ചിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുവാണ് ശ്രുതി. എന്താടി, എന്താ പ്രശ്നം? നീ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെ എന്താ പെട്ടെന്ന് സംഭവിച്ചത്? ഞാനൊരു കോഫി എടുത്തിട്ട് വരാൻ, നിനക്ക് കുടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് ഒന്നും വേണ്ട. എന്നാ നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയടി. എന്ത് പറയാനടി, എല്ലാം എന്റെ തലയിലെടുത്ത്. എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാന്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇടുത്തി പോലെ എന്റെ തലയിൽ നിന്ന് അത് വീണടി. നീ എന്തൊക്കെയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫാമിലി ഫംഗ്ഷനൊക്കെ പോയിട്ട് നീ തിരികെ വന്ന് നല്ല ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. അതിനുശേഷമാണ് ഞാന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവരാരും വീരാനെ കണ്ടില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് ബീരാനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, സത്യം തന്നെയാണ്. വീട്ടിൽ വന്നിട്ട് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് കളിച്ച ഡ്രാമയൊക്കെ ഉണ്ടല്ലോ. മലേഷ്യ ഇളയച്ചൻ ഇനി എപ്പോഴാണ് വരിക? നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ എപ്പോഴാ വരിക? അതുമാത്രമല്ല, അവർക്ക് മുകളിൽ റൂം കെട്ടാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് പണം ചോദിക്കുന്ന മട്ടില് എന്നോട് ഇളയച്ചനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവരുടെ മുമ്പിൽ ചുമ്മാ അഭിനയിക്കുന്ന രീതിയിൽ ഞാൻ ഫോണിലൊക്കെ സംസാരിച്ച് ഫോണ് വെച്ച് നോക്കുമ്പോഴേക്കും ബീരാൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമായിരുന്നു. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ബീരാനെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ബീരാൻ വന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അച്ഛൻ മരിച്ചത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ബീരാൻ മാപ്പ് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. എടി, ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായോ? നീ എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ വേണ്ടി നോക്കി. ഇതിൽ നിന്ന് ശ്രുതി, നിനക്കൊരു കാര്യം മനസ്സിലായോ? നിനക്ക് നിന്റെ ഭർത്താവിനെ പൊട്ടനാക്കാം, പക്ഷെ ഒരിക്കലും സച്ചിയും അതുപോലെ രേവതിയും പൊട്ടനാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിലെ പറഞ്ഞത്, സത്യങ്ങളെല്ലാം അവരെടുത്ത് തുറന്നു പറയാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് അവർ രണ്ടുപേരും നിനക്ക് കൂട്ടായിട്ട് നിന്നേനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നോക്ക് മീരെ, ഞാന് ആകെ മൊത്തത്തിൽ കലിപ്പനാണുള്ളത്. നീ വെറുതെ എന്റെ ദേഷ്യം കൂട്ടരുതെന്നൊക്കെ മീരയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, മീരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബീരാന്റെ പെങ്ങളുടെ മകളുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീരാൻ വന്നിട്ട് മീരയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് മീര മറന്നുപോയതാണ്. ഇപ്പോ ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴാണ്, ആ കല്യാണത്തിന് തന്നെയാണല്ലോ
എന്നെയും വീരാൻ വിളിച്ചത് നിന്നെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി ശ്രുതിയുടെ അടുത്ത് പറയുമ്പോഴേക്കും ശ്രുതി ആകെ കലിപ്പാവാന്ന് കേട്ടോ. നീ എന്താടി എന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് മുമ്പ് പറയാണ്ടിരുന്നത്? ഇനിയിപ്പോ ഈ കാര്യത്തെക്കുറിച്ച് നിന്റെ അടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞെന്ന് വെച്ചോ. നീ വേണമെന്നുണ്ടെങ്കിൽ അതിന് പോവാതിരിക്കാം, പക്ഷേ നിന്റെ വീട്ടിലുള്ള എല്ലാവരെയും നിനക്ക് പോവാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നോ? അതുപോലെ തന്നെ ബീരാനാണെന്നുണ്ടെങ്കിൽ അവരുടെ പെങ്ങളുടെ മകന്റെ കല്യാണല്ലേ, അവനും പോവാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഈ കാര്യത്തെക്കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയേനെ. എനിക്ക് വല്ല ദിവ്യ ദൃഷ്ടിയോ മറ്റോ ഉണ്ടോടി ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിയാൻ വേണ്ടിയിട്ട്? നിനക്കെന്തായാലും ഇന്ന് പിടിക്കപ്പെടണം എന്നുള്ള യോഗമാണുള്ളത്, അതുകൊണ്ടാണ് നീ പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെടുക മാത്രമല്ല, ആ കുടുംബത്തിന്റെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു നിന്നു. ഉണ്ടല്ലോ, എന്നെ മുടിക്കുത്തിന് പിടിച്ചിട്ടാണ് അവിടുന്ന് ഗേറ്റിന്റെ പുറത്ത് കൊണ്ടുപോയി തള്ളിയത്. എന്താണ് നടക്കരുതെന്ന് ഇത്രയും കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, ആ കാര്യം നടന്നു. ഇത് കേട്ട ഉടനെ തന്നെ നീ പണക്കാരി മരുമകളല്ല എന്നുള്ള സത്യം അവിടെ എല്ലാവരും അറിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ബീരാൻ വന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് പോയില്ലേ? അല്ലെങ്കിലും ബീരാൻ എന്താടി ചെയ്യാൻ വേണ്ടി പറ്റുക? സച്ചിയുടെ മുമ്പിലല്ലേ പിടിക്കപ്പെട്ടത്. നിനക്ക് തന്നെ അറിയാലോ സച്ചിയുടെ സ്വഭാവം. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് വാദിച്ചോണ്ടിരിക്കുക? എത്രയെന്ന് വിചാരിച്ചിട്ടാടി ആ കുടുംബത്തെ നീ പറ്റിച്ചോണ്ടിരിക്കുക? ദൈവത്തിന് പോലും പുറത്തിട്ടുണ്ടാവില്ല നീ അവരെ പറ്റിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് സമയം നോക്കിയിട്ട് നീ പിടിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. എന്താടി നിനക്ക് അതിൽ സന്തോഷമാണോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെന്നിട്ട് എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞ് കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. ഇത് നോക്ക് ശ്രുതി, ഇനി കൊലക്കേസും കൂടി നിന്റെ പേരിൽ വരണ്ട. ഇത് നോക്ക് ശ്രുതി, ആ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാണ്. എത്ര നാള് നിനക്ക് അവരെ പറ്റിക്കാൻ വേണ്ടി പറ്റും? എന്നാണെന്നുണ്ടെങ്കിലും ഈ സത്യങ്ങളെല്ലാം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. നിന്റെ അമ്മായിമ്മ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നീ നിന്റെ മലേഷ്യ അച്ഛനെ കൊന്നത്? എന്തായാലും ഇപ്പോ നീ പിടിക്കപ്പെട്ടു. നല്ലവരെ ഒരുപാട് നാളൊന്നും നമുക്ക് പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ദിവസം നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. മീര പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രുതിക്ക് അത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, മീരെ നീ എന്റെ ദേഷ്യം കൂട്ടരുതേ എന്ന്. ഇത് നോക്ക് ശ്രുതി, ഇത്രയും നാളെ നീ സത്യങ്ങളെല്ലാം നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ കാത്തു സൂക്ഷിച്ചു. എന്നാ ഇപ്പൊ അത് പുറത്തു വന്നു. എന്നാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നുള്ള കാര്യം നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ശരിയായിട്ടുള്ള സമയം നോക്കിയിട്ട് സത്യങ്ങളെല്ലാം എല്ലാവരുടെ തുറന്നു പറയാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാനും അതുപോലെ ശ്രുതിയും മറ്റൊരു ലെവലിലേക്ക് പോകണം എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ സത്യങ്ങളെല്ലാം പുറത്തു വന്നു. എടി ഇങ്ങനെയൊക്കെ നടന്നപ്പോ സുധി എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മീര. സുധി എന്ത് പറയാനാടി? അവന്റെ അമ്മ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് അവൻ നോക്കിക്കൊണ്ട് നിന്നു. അല്ലെങ്കിലും സുധിയെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. സ്വന്തം ഭാര്യ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ പറ്റിച്ചതല്ലേ? അല്ലടി ഇത് മാത്രമാണോ അറിഞ്ഞത്? അല്ലെങ്കിൽ നിനക്കൊരു കുഞ്ഞുണ്ട് വേറെ കല്യാണം കഴിച്ചതാന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞോന്ന് മീര ചോദിക്കുന്നുണ്ട്. എന്താടി അതും കൂടി അറിഞ്ഞിട്ട് എന്റെ ജീവിതം മൊത്തത്തിൽ അവസാനിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? അതുകൊണ്ടല്ലടി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ പണക്കാരിയല്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോ തന്നെ നിന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് നിന്റെ അമ്മായിമ്മ പുറത്തിറക്കി. ഇനി നിനക്കൊരു കല്യാണം കഴിഞ്ഞതാണ്, ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ തലയില്ലാതായിരിക്കും നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ശ്രുതി സത്യങ്ങളെല്ലാം പുറത്തു വന്നു. ഇനിയിപ്പോ എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത്? നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മായിമ്മ എന്തായാലും അവരുടെ വിശ്വരൂപം എന്റെ മുമ്പിൽ കാണിക്കും. അത് ഓൾറെഡി കാണിച്ചല്ലോ. നിന്നെ വീട് വിട്ട് പുറത്തിറക്കിയില്ലേ എന്ന് മീര ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് അകത്ത് പോകാനുള്ള വഴി? ഇപ്പൊ എന്തായാലും തീ ആളി കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് അണയട്ടെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ആലോചിക്കാന്നാണ് ശ്രുതി പറയുന്നത്. ഇതെല്ലാം കേട്ട മീര പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് നിന്റെ അത്രയും ധൈര്യം ഇല്ലടി. ഇനി നിന്റെ അമ്മായിമ്മ നിന്നെ വീട്ടിലേക്ക് തിരികെ കയറ്റൂ എന്നുള്ള കാര്യം തന്നെ സംശയമല്ലേ? ആ വീട്ടില് 3 മരുമക്കളാണുള്ളത്. അവരില് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നു. നിന്നെയായിരുന്നു എപ്പോഴും തലയിലേറ്റിക്കൊണ്ട് നടന്നത്. അങ്ങനെ നടന്ന നീ തന്നെ അവരോട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം അറിയുമ്പോ അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടും ചെയ്യും. അവർക്ക് അതൊരു അപമാനമായി മാറുകയും ചെയ്യും. എന്തായാലും അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും കേട്ടോ ശ്രുതി. ഞാൻ എന്തായാലും പണക്കാരിയല്ല എന്നുള്ള കാര്യം അവർ അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി രേവതിയെക്കാളും തരം താഴ്ന്ന രീതിയിലായിരിക്കും എന്നെ അവർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ശ്രുതി, നിന്നെ അവര് വീട്ടിനുള്ളിലേക്ക് കയറ്റണ്ടേ? അവര് വീട്ടിനുള്ളിൽ കയറി പോരുതെന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്? അതെങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സുധിയുടെ ഭാര്യ ഞാൻ തന്നെയല്ലേ, ആ വീട്ടിലെ മരുമകളല്ലേ. അങ്ങനെ പോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എനിക്കും അങ്ങനെ വിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ പുറത്തു വിടാതെ അവിടെ തന്നെ വെച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു കണക്കിന് എന്നെ പുറത്താക്കിയത് നല്ല കാര്യമാണ്. നീ എന്താടി പറയുന്നത്? പുറത്താക്കിയത് നല്ല കാര്യമാണെന്നോ? ഇപ്പോ ആന്റിയുടെ മേലും ഒരു തെറ്റ് വന്നു. വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മരുമകളെ അടിച്ചു പുറത്താക്കി. എനിക്കെന്തായാലും എന്റെ അമ്മായിപ്പനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആന്റി എന്നെ പിടിച്ച് പുറത്താക്കിയാലും ഞാന് തിരികെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങള് ശ്രുതിയുടെ അച്ഛൻ ചെയ്യും. തിരികെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവില്ലേ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് മീര. എന്ന് കരുതിയിട്ട് ആ വീട്ടിലേക്ക് പോവാതെ എന്റെ ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കരയാനാണോ നീ പറയുന്നത്? അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിയുടെ ഭാവമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. മുടിയെല്ലാം കിടിച്ച് മേലേക്ക് കെട്ടിയതിന് ശേഷം ഒരു കാര്യം ഞാൻ പറയാം.
ഞാൻ ഒരുപാട് ഭയന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഭയപ്പെടാനോ കരയാനോ പോകുന്നില്ല. ഹ്യൂമൻ നേച്ചർ എന്താന്നുള്ള കാര്യം നിനക്കറിയോ? നമുക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത് മറ്റൊരാൾ വന്നിട്ട് നമ്മുടെ കണ്ണീര് തുടച്ചു തരണം എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കും. എന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. എന്റെ കണ്ണീര് എനിക്ക് തന്നെ തുടയ്ക്കാൻ അറിയാം. ഈ പ്രശ്നം എങ്ങനെ ശരിയാക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് ഇത്. അത് ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ശ്രുതിയോടൊപ്പം എങ്ങനെ ചേർന്ന് വാഴേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നെന്ന് ശ്രുതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ടേ. ഇനി നിനക്ക് ആ വീട്ടിനുള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ? അതല്ലടി ഞാൻ പറഞ്ഞത്. എന്റെ അമ്മായിമ്മ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്റെ അമ്മായിപ്പനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബത്തിലെ എല്ലാവരും ഒന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. തിരികെ എന്നെ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യും. തിരികെ ആ വീട്ടിലേക്ക് പോയാൽ മാത്രം മതി. പിന്നെ ശ്രുതിയെ എന്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാന്നുള്ള കാര്യം എനിക്കറിയാം. നീ എന്തൊക്കെയോ പറയുന്നു. നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറയുന്നുണ്ട് കേട്ടോ മീര. നടക്കും. നീ എനിക്ക് പോയിട്ട് ഒരു കോഫി എടുത്തോണ്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ കയറി വന്ന ആളെ അല്ല കേട്ടോ. ആളങ്ങ് മാറി, സങ്കടം ഭാവം ഒക്കെ അങ്ങ് മാറി, ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്ങ് കയറി പോകാൻ കേട്ടോ ശ്രുതി. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഭയങ്കര തോൽക്കെട്ടി തന്നെയാണ്. ഇതിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് സംസാരിക്കുകയാണ്. വീട്ടില് മൊത്തത്തിലൊരു ശാന്തതയാണല്ലോ. അത് കണ്ടിട്ട് വിഷമം തോന്നുന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം തുടങ്ങി വെച്ചത് ആ ശ്രുതി ഒറ്റ ഒരുത്തനാണെന്നാണ് സച്ചി പറയുന്നത്. അതെങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങളുടെ ഏട്ടനല്ലല്ലോ, ശ്രുതിയല്ലേ ഇത്രയും കള്ളം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പറ്റിച്ചെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത് രേവതി മറ്റൊന്നും കൊണ്ടല്ല. അവന്റെ തുടക്കം തന്നെ നല്ലൊരു രീതിയിലുള്ള ജീവിതമല്ല. അവന് ഭയങ്കര അത്യാഗ്രഹമാണ്. അവൻ മാത്രം എങ്ങനെയെങ്കിലും കോടീശ്വരനാകണം. ആ ഒരു വിചാരം മാത്രമേ അവൻ എപ്പോഴും ഉള്ളൂ. അതുകൊണ്ടാണ് പൗഡർ എടുത്തി പറഞ്ഞ സത്യങ്ങളെല്ലാം വിശ്വസിച്ച് അവന് വലിയൊരു കോടീശ്വരായിട്ടുള്ള ഭാര്യയാണ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവന് നല്ല ആട്ടമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. അത് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. നേരെ ചെന്നിട്ട് വെള്ളം കുടിക്കുന്നു. പിന്നെയും തിരികെ പകുതിയേറ്റം വരുന്നു. വീണ്ടും പോയിട്ട് വെള്ളം കുടിക്കുന്നു. വീണ്ടും തിരികെ വരുന്നു. അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ രേവതി ഇങ്ങനെ ചെയ്യുന്നതെന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോ, പിന്നല്ലാതെ നിങ്ങളുടെ ഏട്ടൻ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് കുടിച്ചിട്ടുള്ള ശീലമൊന്നുമില്ലല്ലോ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ ബാറിൽ പോയിട്ട് കുടിക്കുകയല്ലേ ചെയ്യാന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും നല്ലവരെ ആർക്കും മനസ്സിലാവില്ല. നല്ലവരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ മാത്രമേ എല്ലാവരുടെയും കണ്ടിട്ട് നല്ലവരായിട്ട് തോന്നത്തുള്ളൂ. ശ്രുതി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവിയും വരുന്നത്. രവി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്? കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെങ്കിലും സംസാരിച്ച് തീർക്കണം. നീ പോയിട്ട് ശ്രുതിയെ കണ്ട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് അവളെ കണ്ട് സംസാരിക്കുന്നതെന്നാണ് ശ്രുതി ചോദിക്കുന്നത്. പിന്നല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ പറഞ്ഞയക്കാൻ വേണ്ടി പറ്റുമോ? നീയല്ലേ ശ്രുതിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതിന് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നീ പോയിട്ട് സംസാരിക്കുന്ന പറയുമ്പോഴേക്കും ഇല്ല അച്ഛൻ ഞാൻ പോയി സംസാരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് നീ അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നത്? ഇത് നോക്ക് സച്ചി, ഇത് എന്റെ പ്രശ്നങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ിലുള്ള പ്രശ്നം. അതിൽ നീ തലയിടണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതെങ്ങനെ അച്ഛൻ ശരിയാവുന്നത്? നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ, പിന്നെന്താണ് അതില് തലയിടരുതെന്നൊക്കെ ഇദ്ദേഹം പറയുന്നതെന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പറയുന്നത്. അതുപോലെ അച്ഛനും പറഞ്ഞതും സച്ചേട്ടൻ പറഞ്ഞതും ഒക്കെ അതിനു വേണ്ടി തന്നെയല്ലേ. രേവതി അതൊന്നും ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് നോക്കടാ, നീ അച്ഛൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്യേ. ഈ വീട്ടിൽ നീ മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല. അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയായിരിക്കും. തെറ്റ് നടന്നോ ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നിന്റെ അമ്മ ചെയ്തതും തെറ്റ് തന്നെയാണ്. തെറ്റ് എങ്ങനെങ്കിലും പറഞ്ഞ് ശരിയാക്കാണ് വേണ്ടത്. അല്ലാതെ അവളെ പിടിച്ചിട്ട് പുറത്ത് തള്ളുവല്ലായിരുന്നു വേണ്ടത്. അവള് ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്ന മരുമകളാണ്. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ശ്രുതി എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും ശ്രുതിയെ മുടികൂത്തിന് പിടിച്ചിട്ട് പുറത്താക്കിയത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് രേവതിയും പറയുന്നുണ്ട്. അച്ഛൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിരിക്കുമടാ. ഇവിടെ 3 മരുമക്കളുണ്ടെങ്കിലും അച്ഛൻ 3 പേരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. എന്നാൽ അമ്മയ്ക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. നീ അമ്മയെ കുറിച്ച് സംസാരിക്കണ്ട. അമ്മയെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുകയും വേണ്ട. അമ്മ ചെയ്ത് തന്നെയാണ് കറക്റ്റ്. അവള് അത്രയും കള്ളവും അതുപോലെ ഫ്രോഡ് പണിയൊക്കെ ചെയ്തില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത്. പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു, ഇല്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. ഈ കുടുംബത്തിൽ ഒരു തെറ്റ് നടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. എടാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. നീ അതുപോലെ തന്നെ ചെയ്യുന്ന സച്ചി വീണ്ടും പറയുന്നുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മ ചെയ്തത് തന്നെയാണ് ശരി. അമ്മ പറയാതെ ഇനി ശ്രുതിയെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂല്ല. അച്ഛ ഇവന്റെ അടുത്തൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ അതൊന്നും മനസ്സിലാവില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴും ദേവിയാണെങ്കിൽ എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ എന്ന് പറയുമ്പോഴേക്കും ഇല്ല അച്ഛ ഞാൻ ഒരിക്കലും കേൾക്കില്ല. ഇത് എന്റെ പ്രശ്നമാണ്. അച്ഛൻ ഇതിനകത്ത് തലയിടണ്ട എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ശ്രുതി. അത് കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുന്ന രവിയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്